ന്യൂസിലേക്ക് സ്വാഗതം. കൽക്കിയിൽ ദുൽഖർ ഉണ്ടോ എന്നൊരു ചോദ്യം കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നു. പലപ്പോഴായി ഉണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സിനിമ തുടങ്ങിയ സമയത്തിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസ് എടുത്തപ്പോഴൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഏറെക്കുറെ ഉറപ്പുമുണ്ടായിരുന്നു ദുൽഖർ ഈ സിനിമയിലുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ആ ഒരു കാര്യം കൂടുതൽ ഉറപ്പാവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ മൃണാൾ ഠാക്കൂർ തന്നെ പറയുകയുണ്ടായി. ഇതിനകത്തിലുള്ള പ്രമുഖ താരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ദുൽഖറിൻ്റെ പേരും എടുത്ത് പറയുകയുണ്ടായി. അതൊരു ടങ് സ്ലിപ്പ് പോലെ തന്നെ വന്നതാണെന്ന് നമുക്കറിയാം. കാരണം അങ്ങനെ ഒരു ഡീറ്റെയിൽ പുറത്ത് പോകരുതെന്നുള്ള ഡീറ്റെയിലൊന്നും അവർ ഓർത്ത് കാണില്ല. അത് തന്നെയാണ് അതിനകത്തിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു കാര്യം ഇന്ന് വീണ്ടും ഉറപ്പാവുകയാണ്. കൽക്കിയിലെ ദുൽഖറിൻ്റെ വേഷം ഇത് മികച്ച ഒരു വേഷമാണ്. വീണ്ടും മൃണാൾ ഠാക്കൂറും ദുൽഖർ സൽമാനും ജോഡികളായി എത്തുന്നു എന്നുള്ളതാണ്. തെലുങ്കിൽ ഏറെ പ്രിയങ്കരമാണ് ഈ ഒരു ജോഡി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സീതാരാമം എന്ന ഒറ്റ സിനിമ കൊണ്ട് ഇന്ന് തെലുങ്ക് പ്രേക്ഷകർക്ക് മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കാകെയുള്ള ജനങ്ങൾക്കും ഈ ഒരു ജോഡി വലിയ ഇഷ്ടമാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന സിനിമ, അതിനകത്തിൽ കാജലും ഷാരൂഖ് ഖാനും ഒരുമിച്ചപ്പോൾ ആ ഒരു ജോഡി ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്വീകരിച്ചെങ്കിൽ അതുപോലെ വന്ന മറ്റൊരു സിനിമയായിരുന്നു നമ്മൾ കണ്ട ഈ മൃണാൾ ഠാക്കൂർ ദുൽഖർ സൽമാൻ കൂട്ടുകെട്ടിൽ പിറന്ന സീതാരാമം. കൽക്കിയിൽ ദുൽഖറിൻ്റെ വേഷം ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം പ്രഭാസിൻ്റെ അച്ഛൻ ക്യാരക്ടറാണ് എന്നുള്ളതാണ്. മൃണാൾ ഠാക്കൂർ സുമതി ആയിട്ടാണ്, അതായത് കൽക്കിയുടെ അമ്മയായിട്ടാണ് എന്നുള്ളതും ദുൽഖർ കൽക്കിയുടെ അച്ഛൻ ആയിട്ട് വരുന്നുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്താണേലും മികച്ച ഒരു വേഷം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന. വലിയ വലിയ താരനിരകളുള്ള സിനിമ തന്നെയാണ്. കമലഹാസൻ ഉൾപ്പെടെ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള വമ്പൻ താരനിരയാണ് ഈ സിനിമയിലുള്ളത് എന്ന് നമുക്കറിയാം. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. 600 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഈ സിനിമ ആദ്യ ദിനം തന്നെ 600 കോടിക്ക് മുകളിലേക്ക് കളക്ട് ചെയ്യപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സിനിമ ലോകത്തിന് ഉള്ളത്. എന്താണേലും ഇത് തരംഗം സൃഷ്ടിക്കും. കേരളത്തിലും ദുൽഖർ ഉണ്ടെങ്കിൽ ഇത് മറ്റൊരു തരംഗമായിരിക്കുമെന്ന് തന്നെ അറിയാം. എന്തായാലും ദുൽഖറിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഇന്ന് ദുൽഖർ സിനിമ കാണണമെങ്കിൽ ഹിന്ദിയോ തമിഴോ തെലുങ്കോ കന്നഡയോ ഒക്കെ എടുത്ത് കാണേണ്ട ഒരവസ്ഥ തന്നെയാണ്. കാരണം അവിടെയാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. മലയാളത്തിൽ വന്നിട്ട് ഒരുപാട് നാളുകളാകുന്നു എന്നുള്ളത് തന്നെയാണ്. വീണ്ടും മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി ഒരുപാട് പേർ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുമ്പോൾ ഇൻ്റർനാഷണൽ ഗെയിമിലൂടെയാണ് ദുൽഖർ മുന്നോട്ട് കുതിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത ശരിയാണെങ്കിൽ നമുക്ക് ഒരു ആഘോഷത്തിനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. താങ്ക് യു ബ്രോസ്.